നാരായണനെന്നും ഒക്കെ പറയുന്നത്. സബ്രഹ്മ സഹരി സ അക്ഷര പരമസ്വരാട് ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിംഗളം ഊർധ്വരേദം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഈ സത്യത്തെ തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മാവെന്നും ശിവനെന്നും വിഷ്ണുവെന്നും അയ്യപ്പനെന്നും രാമനെന്നും യേശുവെന്നും അള്ളാഹ് എന്നും ഒക്കെ വിളിക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ്. ഇത് നമ്മൾ ഉറപ്പിക്കണേ. ഇതെന്തിനാ ആവർത്തിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിലെ അന്യഭക്തി മാറി ഇനി നമ്മൾ ഭക്തി മാറ്റണം. അതായത് നാം എന്ന് പറയുന്ന വ്യക്തിത്വം നിലനിൽക്കുന്നതിന് കാരണം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കൂ പറയുന്നത്. ഞാൻ നിലനിൽക്കാൻ കാരണം എന്നിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഇനി പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിക്കൂ. സാധാരണ നമ്മൾ ഈശ്വരൻ എന്നൊക്കെയുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ അത്ര നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ. ആ അമ്പലത്തിൽ പോകണോ പ്രാർത്ഥിക്കണോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഉറപ്പില്ല ഈശ്വരൻ അവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ വേറൊരു അമ്പലത്തിലും കൂടി പോകേണ്ടി വരുന്നത്. ഒരാൾ കാടാമ്പുഴയ്ക്ക് പോവാണ്. ഞാൻ പണ്ട് പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം. അപ്പം ഇദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 നാളികേരമുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? പറഞ്ഞു, ഞാൻ കാടാമ്പുഴയ്ക്ക് മുട്ട ഇറക്കാൻ പോവുക സ്വാമി. അപ്പോൾ എന്തിനാ മുട്ട? അല്ല, ഓരോ ഗ്രഹത്തിൽ ഓരോ ദോഷങ്ങൾ. ജ്യോത്സ്യന്മാരെപ്പോഴും പറയുന്നു മുട്ട ഇറത്താൽ ശരിയാവുമെന്ന്. അപ്പോൾ ചോദിച്ചു, 2 മുട്ട എന്തിനാവോ? 2 നാളികേരുണ്ട്, 2 ദോഷമുണ്ടോ? അതെന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ സ്വാമി എൻ്റെ ജോലി സംബന്ധമായിട്ടൊരു പ്രശ്നമായിട്ടാണ് പോയത്. അന്ന് ഞാൻ മുട്ടറുത്തു, അത് കേടുവന്നു, ശരിയില്ല. അപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു വേറൊരു നാളികേര സംഘടിപ്പിക്കാൻ. ഞാൻ പുറത്തു പോയി ഒരു നാളികേരൊക്കെ സംഘടിപ്പിച്ചു, ടോക്കണൊക്കെ എടുത്ത് വന്നു. അപ്പോഴേക്കും മണിക്കൂർ 3 കഴിഞ്ഞു. പിന്നെ അതൊക്കെ ശരിയായി, പക്ഷെ വീട്ടിലെത്താൻ 10 മണി. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ മുട്ട എങ്ങാനും ശരിയായിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ തിരുമേനിയോട് പറയും, വിഷമിക്കേണ്ട, 2ാമത്തെ നാളികേരം എൻ്റെ കയ്യിലുണ്ട് എന്ന്. അപ്പം അയാൾക്ക് നല്ല ഉറപ്പാണ് എന്ത്, ഈ പാർട്ടി അമ്പലത്തിൽ പോണതേ. ഇതാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ഒന്നിലും ഒരു ഉറപ്പില്ല നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം നമ്മൾ ഇത്രയും കാലം ദൈവത്തെ വെച്ചിരിക്കുന്നത് നമ്മളിൽ നിന്നും വേറെയായിട്ടാണ്. ഇതിനെ പറയും അന്യഭക്തി. ഇനി കുട്ടിക്കാലത്ത് വേറൊരു അബദ്ധം നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും നമ്മളെയൊക്കെ വിഷമിപ്പിക്കുമ്പോണ്ടല്ലോ പറയുന്നൊരു വാക്ക്, ഇതൊക്കെ കേൾക്കാൻ മുകളിലൊരാളുണ്ട് എന്നാണ്. ഇതൊരു അനുഭവമാണ്. ഒരമ്മയും ഭർത്താവും കൂടെ പഴനിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ കയറി ഇരുന്നതിന് ശേഷമാണ് അമ്മ പറയുന്നത്, അയ്യോ എൻ്റെ ശങ്കുണ്ണിയേട്ടാ, മറന്നുവല്ലോ കാര്യങ്ങൾ. എന്താടി നീ മറന്നത്? ഇല്ല, അടുത്ത വീട്ടിലെ ശാരദയൊക്കെ കൂടി കുറച്ച് കാശ് തന്നിരുന്നു, കുറേ വഴിപാടുകളൊക്കെ ചെയ്യാൻ. ഞാനത് മറന്നുപോയി, ശ്രദ്ധ ഉണ്ടായില്ല. കൊടുത്തു ശങ്കുണ്ണിയേട്ടൻ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഉത്തരവാദിത്തം വേണടി. ദൈവത്തിൻ്റെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്തമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യേണ്ടത്? പാവങ്ങൾ എത്ര പ്രാർത്ഥനയോടുകൂടി നാം വെച്ചിട്ടുണ്ടാവുക, നിനക്കൊന്നും ഗുണം കിട്ടില്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത. ഇതൊക്കെ കേട്ടപ്പോൾ ഭാര്യയ്ക്ക് വലിയ മനോഷമായി. ഭാര്യ പറഞ്ഞു, ഇതൊക്കെ കേൾക്കാൻ മുകളിലൊരാളുണ്ട് എന്ന്. ട്രെയിനിൽ മുകളിലൊരാളുണ്ട് പറഞ്ഞാൽ മുകളിൽ ബർത്തിലൊരാൾ കിടന്നുറങ്ങണ്ടായിരുന്നു. അയാൾ ചാടിനീട്ട് പറഞ്ഞു, ദൈവം വിചാരിച്ചിട്ട് എന്നെ അതിൽ കൊണ്ടുവരരുത്, എനിക്ക് ഒരു കുന്തും അറിയില്ല, നിങ്ങൾ എന്നെ അതിലേക്ക് വലിച്ചഴക്കരുത്. നമ്മൾ അത്ര ഉറപ്പിച്ചിട്ടുണ്ട് എന്ത്, മുകളിലൊരാളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പണ്ടൊരു കുട്ടി പറഞ്ഞതാണ്. ക്ലാസ്സിൽ ടീച്ചർ പണ്ട് ഇതേ ചോദ്യം ചോദിച്ചു എന്നാണ്, ഈശ്വരൻ എവിടെയാണ്? അപ്പം ടീച്ചർ കുട്ടികളുടെ ഒരു മോറൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഓരോ കുട്ടികളും അവരവരുടെ മതത്തിൽ, ഒരാൾ പറഞ്ഞു പള്ളിയിലുണ്ട്, ഒരാൾ പറഞ്ഞു മക്കയിലാണ്, മറ്റൊരു കുട്ടി പറഞ്ഞു അമ്പലത്തിലാണ്, ഗുരുവായൂരിലാണ്, ശബരിമലയിലാണ്. ഇങ്ങനെയൊക്കെ ഓരോ ഉത്തരം പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, ടീച്ചർ ഇവിടെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ബാത്റൂമിലാണ്. കുട്ടി വളരെ കൺവിക്ഷനോട് കൂടിയിട്ട്. അപ്പോൾ ടീച്ചർക്ക് വളരെ അതിശയം, ഇതെങ്ങനെയാണോ എൻ്റെ ബാത്റൂമിൽ ദൈവം വരികയെന്ന്. ടീച്ചർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അമ്മ ടീച്ചറാ. രാവിലെ അമ്മ ബാത്റൂമിലേക്ക് കണ്ട് പോയാൽ ഒരു 1-1.5 മണിക്കൂർ എടുക്കും പുറത്തു വരാൻ. അപ്പം അച്ഛന് പോകേണ്ട സമയവും. അപ്പം അച്ഛൻ ബാത്റൂമിൽ മുട്ടിക്കൊണ്ട് ഉറക്കെ വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഈശ്വരാ നീ ഒന്ന് വേഗം വാന്ന്. പണ്ട് എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഈശ്വരൻ ഇരിക്കുന്നത് ബാത്റൂമിലാണ്.
ഇങ്ങനെ നമ്മൾ കുട്ടിക്കാലത്തെ ഈശ്വരനെ കുറിച്ച് വളരെ വികലമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വേറെയാണ്. നാം ഞാനെന്ന് പറയുന്നത് പോലും ശ്രദ്ധിക്കണേ, മനസ്സുണർന്നതിന് ശേഷമല്ലേ നിങ്ങൾ ഞാനെന്ന് പറയുള്ളൂ? ആണോ? നിങ്ങൾ ഉറക്കത്തിൽ പറയൂ ഞാൻ ഇവിടെ കിടക്കണമെന്നൊക്കെ. അപ്പൊ മനസ്സുണർന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആരാ മനസ്സിനെ ഉണർത്തുന്നത്? മനസ്സ് താനെ ഉണരുകയാണോ? മനസ്സിനെ ഉണർത്താൻ അങ്ങനെ മനസ്സ് താനെ ഉണരുമായിരുന്നെങ്കിൽ മരിച്ച ഒരു ശരീരത്തിലും മനസ്സുണരേണ്ടതായിരുന്നു. നമ്മളിൽ മനസ്സുണരാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ, ചൈതന്യം കൊണ്ടാണെങ്കിൽ നാം നിലനിൽക്കുന്നത് തന്നെ ആരിലാണ്? ചൈതന്യത്തിലാണ്, അല്ലേ? അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ദൈവം മനസ്സിലാണ്, ദൈവം ഉള്ളിലാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ശരി ഞാൻ ഇരിക്കുന്നത് അതല്ലേ ശരി? അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ബോധം ഉണ്ടാവണം, എന്നിലല്ല ഈശ്വരൻ. ഞാൻ എന്നെ എന്ന് പറയുന്നത് പോലും മനസ്സുകൊണ്ടാണെങ്കിൽ, എനിക്ക് എന്ന് ഞാൻ മനസ്സുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ഈ മനസ്സ് ഉണരണമെങ്കിൽ ആര് വേണം? ചൈതന്യം വേണം. അതുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ്? മനസ്സിൽ ദൈവം ഇരിക്കുന്നു എന്നാണോ? മനസ്സിരിക്കുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് എന്നെ ഉണർത്തി, എന്നെ നിലനിർത്തി, ഉറങ്ങുമ്പോഴും എന്നെ നിലനിർത്തുന്ന, എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന്. അങ്ങനെയുള്ള ശക്തിയാണ് ആര്? ഈശ്വരൻ. ഇതൊക്കെ പറയുമ്പോഴും നമുക്കത് ബോധ്യം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം പറയാൻ ഉപയോഗിക്കുന്ന മനസ്സ് ഇന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നേ ഉള്ളൂ, അതിനോട് അടുത്തെത്തിയിട്ടില്ല. ഇവിടെ നല്ല തണുപ്പാണെന്ന് വിചാരിക്കുക, ക്ലൈമറ്റിക്, എയർ കണ്ടീഷൻ കൊണ്ടല്ല, ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ട്. ഒരു ഭാഗത്ത് തണുപ്പകറ്റാൻ വേണ്ടി ചൂട് കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദൂരെ നിൽക്കുമ്പോഴും തണുപ്പിന്റെ ശക്തി കൊണ്ട് നമ്മൾ വിറയ്ക്കും, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ വിറ മാറാൻ എങ്ങോട്ട് വരണം? ചൂടിൻ്റെ അടുത്തേക്ക് വരണം. ശരിയല്ലേ? ചൂടിൻ്റെ അടുത്തേക്ക് വരണം. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി പോരാ എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈശ്വരനെ നമുക്ക് കൂടെ ഉണ്ടെന്ന് ബോധ്യമായിട്ടില്ലാത്തത്. ഇനി നമ്മൾ ആ ശക്തി ബോധ്യമാവണമെങ്കിൽ, ഈശ്വരന്റെ കരുത്ത് നമുക്ക് ബോധ്യമാവണമെങ്കിൽ, നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടണമെങ്കിൽ, മനസ്സ് വിറയ്ക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കണം. മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കുന്നതിനെയാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. മനസ്സിനെ ചൈതന്യത്തോട് അടുപ്പിക്കുന്നതിനെയാണ് ആത്മീയ സാധന. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? 3 സാധനങ്ങളാണ് വേണ്ടത് മനസ്സിന്. എന്തൊക്കെയാണ് അത്രേ വേണ്ടത്? ഋഷീശ്വരന്മാർ പറയുന്നു, ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടെങ്കിൽ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കാം? ചൈതന്യത്തോട് അടുപ്പിക്കാം. അന്ന് നമുക്ക് ബോധ്യം വരും, ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, ഞാൻ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്, എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് കൂടെയുള്ളത് ഭഗവാൻ മാത്രമാണ്. നമുക്ക് ബോധ്യവും. ഇപ്പൊ ബോധ്യവുമില്ല. ഇപ്പൊ നമ്മൾ കുറെ വിട്ടു നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറെ വിട്ടു നിന്നിട്ട് വിറയ്ക്കുകയാണ്, തണുപ്പിൽ വിറയ്ക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ബോധ്യവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞിരിക്കുന്ന വേദങ്ങളും രാമായണവും മഹാഭാരതവും ഭാഗവതവും സകല പുരാണങ്ങളും ഈ കാര്യം നേടിത്തരാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാര്യം? 3 സമ്പത്തുകൾ. ഏതെല്ലാം? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഭാഗവതം പറയുന്നു, ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. സംശയിലേത്? ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ഭക്തിജ്ഞാന വിരാഗാണം. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഇതിനു വേണ്ടി മാത്രമാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. ഇനി 12-ാം സ്കന്ധത്തിലേക്ക് വരുമ്പോണ്ടല്ലോ, അവിടെ ഒരു ശ്ലോകമുണ്ട്. ശൈശവ ബ്രഹ്മർഷി പറയാണ്,
കഥായിമാംസ്തേ കഥിതാഹി രാജൻ വിദായ വിജ്ഞാന വിദേശലോകാം. ഈ രാജൻ ഈ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ പജോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഇതെല്ലാം വിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങയ്ക്കുണ്ടാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം, എന്താണ് വൈരാഗ്യം. അപ്പം ഭാഗവതവും പിന്നീട് വേദങ്ങൾ, ഋഷിമാരുടെ അനുഭവങ്ങളൊക്കെ വന്നു. പിൽക്കാലത്ത് രാമായണം വന്നു, പിൽക്കാലത്ത് മഹാഭാരതം വന്നു, പിന്നീട് 17 പുരാണങ്ങൾ വ്യാസഭഗവാൻ എഴുതി, പിന്നീട് 18ാമത്തെ പുരാണം ഏതും എഴുതി? ഭാഗവതവും രചിച്ചു. അങ്ങനെ ഭാഗവതം രചിക്കുമ്പോൾ വേദവ്യാസ മഹർഷിക്ക് ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തത് ആരാണത്രേ? നാരദ മഹർഷിയാണ്. ഭാഗവതത്തിലെ 7ാമത്തെ അധ്യായത്തിൽ, പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഭാഗവതം രചിച്ചിരിക്കുന്നത്? അപ്പോൾ അവിടെ പറയുന്നു, വേദവ്യാസ മഹർഷി 17 പുരാണങ്ങൾ രചിച്ചിട്ടും, മഹാഭാരതം രചിച്ചു, ബ്രഹ്മസൂത്രം രചിച്ചു, എന്നിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിന് വേണ്ടത്ര ഒരു കൃതാർത്ഥത, ഒരു ധന്യത വന്നിട്ടില്ല അത്രേ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാരദ മഹർഷി വരുന്നതും ആ നാരദ മഹർഷി പറയുന്നത്, അങ്ങ് ഇതുവരെ പലതും രചിച്ചിട്ടുണ്ടെങ്കിലും, പലതും എഴുതിയിട്ടുണ്ടെങ്കിലും വാസുദേവസ്യ മഹിമാന്ന അനുവർണിത. ആരെക്കുറിച്ച് എഴുതിയിട്ടില്ല? വാസുദേവനെ കുറിച്ച് എഴുതിയിട്ടില്ല. ആരാ വാസുദേവൻ? വാസുദേവൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, രാമൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, എന്ത് ശബ്ദം കേൾക്കുമ്പോഴും ഉടനെ അർത്ഥം കിട്ടേണ്ടത് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലെ ആ സത്യത്തിനെ കുറിച്ച് അങ്ങ് വേണ്ടത്ര എഴുതിയിട്ടില്ല. അപ്പൊ ഈ 17 പുരാണങ്ങളോ, അതെല്ലാം ഓരോ ഉപാസ്യ ദേവതകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശമപ്പശ്ചിമേ തടേ ശ്യാമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണം സത്രവർദ്ധന. ബ്രഹ്മനദിയായിരിക്കുന്ന സരസ്വതി നദീതടത്തിൽ യാഗാദികളെ കൊണ്ടൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു തടമാണ് ശമ്യാപ്രാസം. അവിടെ ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തസ്മിൻ സ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡ മണ്ഡിതേ ആസീനോപസ്പൃശ്യ പ്രണതദ്യോ മനസ്വയം. ആ ആശ്രമത്തിലിരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി. നാരദ മഹർഷി പറഞ്ഞില്ലേ എഴുതണമെന്ന്, വാസുദേവസ്യ മഹിമ. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേമലേ അപശ്യൽ പുരുഷം പൂർവം മായാം ചതുതുപാശ്രയം. ഭക്തിയോഗേന മനസി, തൻ്റെ മനസ്സിനെ ഭക്തിയോഗത്താൽ, തൻ്റെ അമലമായിരിക്കുന്ന യാതൊരു മാലിന്യങ്ങളും ചേരാത്ത ആ ഭഗവാനിൽ ചേർത്തുകൊണ്ട് അപശ്യൽ പുരുഷം, ആ പുരുഷനെ കണ്ടു. പിന്നീട് മായാം, ആ പുരുഷന്റെ സാന്നിധ്യത്തിൽ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെയും കണ്ടു. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനത്തം തദകൃതം ചാവിപദ്യതേ. ആ മായയിൽ, ആ മനസ്സാകുന്ന മായയിലാണ് ഇന്ന് ജീവൻ കുടുങ്ങിയിരിക്കുന്നത്, അവിവേകത്താൽ കുടുങ്ങിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മഹാത്മാവായിരിക്കുന്ന വേദവ്യാസ മഹർഷി അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമതോക്ഷജേ ലോകസ്യാജാനതോ വിദ്വൻ ചക്രേ സത്വത സംഹിതം. നമ്മുടെ ഉള്ളിലുള്ള അവിവേകമാകുന്ന മനസ്സിന്റെ അനർത്ഥത്തെ ഉപശമം ചെയ്യാൻ ശ്രദ്ധിക്കണേ പറയുന്നത്. ഞാനിത് കുറെ മുൻകൂട്ടി പറയാൻ കാരണം, എന്തിനാണ് വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചതെന്ന് ഭാഗവത്തിൽ വളരെ വ്യക്തമാണ്. നമ്മുടെ മനസ്സിന്റെ അവിവേകമാകുന്ന അനർത്ഥത്തെ ഉപശമം ചെയ്ത് ഭക്തിയോഗം അധോക്ഷജേ, അധോക്ഷജനിൽ മനസ്സിനെ യോഗം ചെയ്യാൻ. യോഗം ചെയ്യുക പറഞ്ഞാൽ അർത്ഥം, ഈ യോഗം എന്നുള്ള ശബ്ദം നമ്മളിതൊക്കെ തലതിരിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തത്. യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അർത്ഥം എന്നറിയോ? യോഗ ക്ലാസ്സിന് പോവുക എന്ന് പറഞ്ഞാല് തല കുത്തി നിൽക്കാൻ പോവുകയാണ്. കാരണം ഇന്നിപ്പോൾ തടി കുറയ്ക്കാൻ യോഗം, മെലിയാൻ യോഗം, സൗന്ദര്യം കൂട്ടാൻ യോഗം, അങ്ങനെയൊക്കെയുള്ള യോഗത്തിന്റെ കാലമാണ്. ആകെ യോഗത്തിലാണ് ആളുകൾ. അത് വേറെ കാര്യം. യോഗം എന്നുള്ള ശബ്ദത്തിനർത്ഥം യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വരുന്നത്. യുജ് എന്ന് പറഞ്ഞാൽ അർത്ഥം യോജിപ്പിക്കുക. അപ്പൊ ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് അധോക്ഷജം, അധോക്ഷജം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദവും വളരെ ശ്രദ്ധിക്കണേ, ഭാഗവതത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് അധോക്ഷജം. ഭഗവാന്റെ പേരാണ് അധോക്ഷജം.